സേവയും പുളിശ്ശേരിയും കൂടെ പപ്പടവും വളരെ നല്ല കോമ്പിനേഷനാണ്. ട്രഡീഷണലായിട്ട് നമ്മളത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അരി കുതിർത്ത് അരച്ച് അത് വരട്ടി ആവിയിൽ വേവിച്ചിട്ടാണ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത്. നമ്മൾ വരട്ടുകയും ചെയ്യുന്നുണ്ട്, കൂടെ ആവിയിൽ വേവിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന ഈ സേവ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് പൊന്നി ബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസിലും ഇതേ സേവ നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യം അരി നന്നായിട്ട് കഴുകി 4-5 പ്രാവശ്യം അതിൻ്റെ ആ കളറ് മാറുന്നത് വരെ ഒന്ന് കഴുകാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതിപ്പം 8 മണിക്കൂറോളം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞും 4-5 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെണ്ണ പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇപ്പോൾ അരയ്ക്കാനായിട്ട് 2.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ നേർപ്പിച്ചെടുക്കുക. മൊത്തം 5.25 ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് 2 ഗ്ലാസ് അരിക്ക്. അരയ്ക്കാനും ഗ്രൈൻഡർ കഴുകി എടുക്കാനും എല്ലാം കൂടെ ചേർത്താണ് 5.25 ഗ്ലാസ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കുക. ഇനിയും അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി, ഇതിപ്പം ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. എല്ലാ വർഷവും ട്രിവാൻഡ്രത്ത് വീട്ടിൽ പോകുമ്പം സേവ തയ്യാറാക്കുന്നതാണ്. ഇത് അമ്മയാണ് വരട്ടിയെടുത്തത്. ഇതുപോലെ കൈവിടാതെ വരട്ടിയെടുക്കണം. നല്ല കട്ടിക്ക് വരികയും ചെയ്യണം. ഇപ്പം നമ്മൾ കയ്യിൽ വെള്ളം തൊട്ട് മാവിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ കയ്യിലത് ഒട്ടാതെ വരും. ആ രീതിക്ക് വരട്ടിയെടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് ഉരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. ഉരുളകളാക്കുമ്പം കയ്യിൽ ഇതുപോലെ വെള്ളം തൊട്ടിട്ട് കഴിയുന്നതും ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം ഉരുട്ടിയെടുക്കാനും പറ്റും. ആവിയിൽ വേവിക്കാനായിട്ട് ഇപ്പോൾ 2 പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ പിഴിയുമ്പം ഉരുളകൾ ആവിയിൽ തന്നെ ഇരിക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പിഴിയരുത്. അതുകൊണ്ട് 2 പാത്രത്തിലായിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുക. ഏകദേശം 23 ഉരുളകൾ 2 ഗ്ലാസ് അരിയിൽ കിട്ടിയിട്ടുണ്ട്. ആവി കയറ്റിയെടുത്ത് നമ്മൾ ആ ഉരുളകൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ഉരുള എടുത്ത് പകുതിക്ക് ഒന്ന് മുറിച്ച് നോക്കുകയാണെങ്കിൽ അകത്ത് വേവാത്ത മാവ് കാണാൻ പാടില്ല. ഉൾഭാഗവും നന്നായിട്ട് വെന്തിരിക്കണം. അങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ പിഴിയാനായിട്ട് ഉരുളകൾ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഉരുളകൾ ചെറിയ തീയിൽ തന്നെ ഗ്യാസിൽ വെച്ചിരിക്കണം. ഇപ്പം നമ്മൾ ആദ്യത്തെ ഉരുള എടുത്ത് പിഴിയുന്നുണ്ട്. ബാക്കിയുള്ള ഉരുളകൾ ഗ്യാസിൽ തന്നെ ചെറിയ തീയിൽ വേവാനായിട്ട് വെച്ചിരിക്കണം. തണുത്ത് പോകാൻ പാടില്ല. ചൂടോടെ പിഴിയുമ്പോഴേ നമുക്കത് പിഴിയാനായിട്ടും എളുപ്പം പിഴിയാൻ പറ്റത്തുള്ളൂ. തണുത്ത് കഴിയുമ്പം ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒരു ഉരുളയോ 2 ഉരുളയോ എത്രയാണോ ആ സേവനാഴിയിൽ കൊള്ളുന്നത് ആ രീതിയിൽ നമുക്കത് നിറച്ച് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പം ഒരു ഉരുള ഇട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ചൂടോടെ തൊടുമ്പം ഒന്ന് ശകലം ഒട്ടുന്നത് പോലെ തോന്നുകയാണെങ്കിലും അത് വലിയ പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ച് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് കഴിയുമ്പോൾ അത് ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഒരാൾ തന്നെ പിഴിയുന്നത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ പിഴിഞ്ഞ് കഴിഞ്ഞ് മുകളിലേക്ക് ഇതുപോലെ വരുന്ന മാവ് ഒന്നുകിൽ അടുത്ത ബാച്ചിൽ ചൂടോടെ തന്നെ അടുത്ത ബാച്ചിലേക്ക് ചേർക്കുക. ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് ആവിയിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ ചൂട് കയറിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക. ഈ സേവനാഴി പിടിക്കാനായിട്ട് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പം പിഴിഞ്ഞെടുക്കാം. വീട്ടിൽ സാധാരണ സേവനാഴി പിടിച്ചു തരുന്നത് അച്ഛനാണ്. അതുപോലെ 2 പേരുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇത് പിഴിഞ്ഞെടുക്കാനും പറ്റും. ഒരാൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ ആ നാഴി ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. നമുക്ക് എളുപ്പം നമ്മുടെ പണി ചെയ്ത് തീർക്കാനും പറ്റും. ഇതുപോലെ ബാക്കിയുള്ള
അരിയുണ്ട പിഴിഞ്ഞെടുക്കുക. ചൂടോടെ തന്നെ പിഴിഞ്ഞെടുക്കണം. തണുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിഴിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചപ്പുളിശ്ശേരിയും കൂടെ തയ്യാറാക്കാം. ട്രിവാൻഡ്രത്ത് ഈ സേവയും പച്ചപ്പുളിശ്ശേരിയും പപ്പടവുമാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോമ്പിനേഷൻ. പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് എരിവിനാവശ്യമുള്ള ചുമന്ന മുളക് എടുക്കുക. കൂടെ തേങ്ങയും എത്രയാണോ പുളിശ്ശേരി വേണ്ടത്, ഇപ്പോൾ 1.5 കപ്പ് തേങ്ങയ്ക്ക് 15 മുളകോളം എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന മോരും കൂടെ ചേർക്കുക. എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നേർപ്പിച്ചെടുക്കുക. കുറച്ച് കട്ടിയായിട്ടുള്ള പുളിശ്ശേരിയാണെങ്കിൽ മോര് കുറച്ച് ഒഴിക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും കരിവേപ്പിലയും ഇട്ട് താളിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കരിവേപ്പിലയും ഇട്ട് താളിച്ച് കലക്കി വെച്ചിരിക്കുന്ന തേങ്ങയും മോരും കൂടെയുള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി പതഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. മോര് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. ചൂടായി കിട്ടി ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി. അല്ലാതെ തിളപ്പിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോവും. സേവയുടെ കൂടെ ഈ പുളിശ്ശേരി വളരെ ടേസ്റ്റുമാണ്, നല്ല കോമ്പിനേഷനുമാണ്. കൂടെ പപ്പടവും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ട്രിവാൻഡ്രത്ത് സേവയും പുളിശ്ശേരിയും പപ്പടവും ഭയങ്കര ഫേമസാണ്. അപ്പോൾ തണുത്ത് കഴിയുമ്പം സേവ ഒട്ടും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അധികം എണ്ണമയമില്ലാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ സേവ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.